ഏറെ രസകരമായിട്ടുള്ള ഒരാളുടെ ഒരു വാക്കുകളൊന്ന് കേൾക്കണം. യുദ്ധത്തിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഭാഗമായി ചെറുങ്ങനെ ഒന്ന് നമ്മളൊന്ന് വൈഡായി പിടിക്കണമല്ലോ. ഇദ്ദേഹം പറയുന്ന വാക്കൊന്ന് കേട്ടു. എൻ്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവരെ എൻ്റെ കൈയൊന്നിച്ചാനേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് അതാരാ എന്താന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയാണ്, എൻ്റെ ശരീരത്തിലാകെ ശുഹദാക്കളെ കണ്ടവരുണ്ടെന്ന് കൈവന്തിക്കാൻ. ഇത്ര തരം താന്ന രീതിക്ക് ചില ജന്മങ്ങളുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അറുപ്പ് തോന്നാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കുന്നത്? അതിനാണ് പെണ്ണുങ്ങൾ വരിവരിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ പെണ്ണുങ്ങളെ കുറ്റം പറയുന്ന കാര്യമില്ല, പക്ഷേ അവർ ഇങ്ങനെയുള്ള ആളുകളെ അന്ധമായി വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് എൻ്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവരുണ്ടെന്ന് കൈബന്ധിക്കാൻ പാവങ്ങൾ കൈബന്ധിക്കുന്നുണ്ട്. അത് വാട്സപ്പിലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവിലാന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇതൊരു ആത്മീയ കച്ചവടം എന്നുള്ള നിലക്ക് ഒരുപാട് ആളുകൾ ഏറ്റുപിടിക്കുകയും അതുപോലെ അതിന് പിന്നാലെ ഓടിക്കൂടാൻ അത്ര കണ്ട ആളുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പം നമ്മൾ ആരെയും ഇത് കുറ്റം പറയുക? ഇനിയെങ്കിലും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. ഇങ്ങനൊന്നല്ലല്ലോ മതം പഠിപ്പിക്കുന്നത്. ഒരാളുടെ മുഖത്തേക്ക് വന്നിട്ട് അവിടെ ആത്മീയ അല്ലെങ്കിൽ ശുഹദാക്കളെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇയാളെ മാത്രം നോക്കിയിരുന്നാൽ പോരെ. ഒരാൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് വരുമ്പോൾ ഞാൻ അയാളെ ആക്ഷേപിക്കുന്നില്ല, പക്ഷേ അയാളെ പ്രവർത്തനങ്ങളെ നമ്മൾ പൊതുസമൂഹ മധ്യത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് മാത്രം ഈ വിഷയം എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരിക്കലും ഒരാൾ വഞ്ചിതരാകരുത്. കാരണം നമുക്ക് പടച്ചറബ് ഒരു വലിയ ബുദ്ധി തന്നിട്ടുണ്ട്, ചിന്താശേഷി തന്നിട്ടുണ്ട്. അതെങ്കിലും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. എന്തിനാ ഇത്തരം ആളുകളുടെയൊക്കെ കൂടെ പോകുന്നത്? നമുക്ക് നമ്മുടേതായ ചിന്താശേഷി ഇല്ലേ? കാര്യമായി ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഈ കാണിക്കുന്നതെല്ലാം കോപ്രായങ്ങൾ മാത്രമാണെന്ന്. പൊതുസമൂഹത്തിന് മുമ്പിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഇനിയെങ്കിലും സഹോദരിമാർ മനസ്സിലാക്കുക. നമ്മളെ പറ്റിക്കാനോ നമ്മളെ വഞ്ചിക്കാനോ എന്നൊന്നും അവർ പറയില്ല, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇതൊരു പറ്റിക്കൽ പരിപാടിയാണ്, വഞ്ചിക്കൽ പരിപാടിയാണെന്ന്. ഇനിയെങ്കിലും നമ്മുടെ ഈ ഒരു അന്തസ്സുണ്ടല്ലോ അതൊന്ന് മുറുകെ പിടിക്കാൻ നടക്കുക. എല്ലാവരും ഏതെങ്കിലും ഒന്നിൻ്റെ പിറകെ പോവുക എന്നതിന് പകരം ക്വാളിറ്റിയുള്ള അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് നിൽക്കുന്ന അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പഠിച്ച് അതേപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ആളുകളുടെ കൂടെ നിൽക്കുക. അല്ലാതെ മുഖം ഒന്ന് തടവിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ശുഹദാക്കളെ കാണുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ചേപ്രത്തരമുള്ള പരിപാടിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.